ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് കോംപ്രിഹെൻഡ്. ലിസൺ ടു ദി സ്റ്റോറി, റീഡ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ടീച്ചർ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്ത് തരും. അതായത് സ്റ്റോറിയിൽ അബിനും അബിൻ്റെ മദറും കൂടി സീഷോറിൽ പോയതാണ്. ഇറ്റ് വാസ് ആൻ ഈവനിങ്, ഒരു ഈവനിങ് ടൈമിലായിരുന്നു. അങ്ങനെ അവർ സീഷോറിൽ പോയി. അങ്ങനെ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് വാസ് ആൻ ഈവനിങ്. Abin and his mother were on the seashore. The sun was shining in the sky. The waves were going up and down in the sea. Abin stood at the shore with his mother. He looked at the blue sea. Fishing boats were coming back. He noticed crows flying around the boats. Mother, shall we take a video? Abin asked. Yes, dear, she said. Abin took the mobile phone and started shooting the video. ടീച്ചർ ഈ സ്റ്റോറി നെറേറ്റ് ചെയ്ത് തരും. അത് കേട്ടിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാണ് വേണ്ടത്. അബിൻ ആൻഡ് ഹിസ് മദർ വേർ സ്റ്റാൻഡിങ് ഓൺ ദി, എവിടെയാണ്? സീഷോർ, കടൽ തീരത്താണ്. വാട്ട് ഡിഡ് അബിൻ നോട്ടീസ് എറൗണ്ട് ദി ബോട്ട്സ്? ബോട്ട്സിൻ്റെ ചുറ്റും എന്താണ് അബിൻ കണ്ടെത്തിയത്? ക്രോസ് ഫ്ലൈയിങ്, കാക്കകൾ പറക്കുന്നതാണ്. ഹൂ ടുക്ക് ദ വീഡിയോ ഓഫ് ദി ബോട്ട്സ്? ബോട്ട്സിൻ്റെ വീഡിയോ എടുത്തത് ആരാണ്? അബിനാണ്. ദ വേവ്സ് വേർ ഗോയിങ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ സീ. ഇപ്പോൾ സ്റ്റോറിയിൽ പറയുന്നുണ്ട് വേവ്സ്, തിരമാലകൾ മുകളിലോട്ടും താഴോട്ടും പോകുന്നുണ്ട്. അപ്പം അത് ട്രൂ ആണ്, ശരിയാണ്. ഇറ്റ് വാസ് എ ഫൈൻ മോർണിംഗ്. അതൊരു രാവിലെ ആയിരുന്നോ? അല്ല, ഒരു ഈവനിങ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത് ഫാൾസ് ആണ്, തെറ്റാണ്. അപ്പോൾ ട്രൂ എന്ന് പറഞ്ഞാൽ ശരി, ഫാൾസ് എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ അത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ഐ ആം നോട്ട് എ ബേർഡ്, ഐ ഹാവ് എ ടെയിൽ, ഐ ക്യാൻ ഫ്ലൈ ഹൈ. ഞാനൊരു പക്ഷിയല്ല, പക്ഷെ എനിക്ക് വാലുണ്ട്, എനിക്ക് പറക്കാൻ പറ്റും. ആർക്കാണ്? നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ കുട്ടികൾ ഇങ്ങനെ കൈറ്റ് അല്ലേ, പട്ടം പറപ്പിക്കുന്നത് കാണാം, കൈറ്റാണ്. അപ്പോൾ അത് അവിടെ 2 എന്നെഴുതിയ കോളത്തിൽ എഴുതുക. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്, പീപ്പിൾ വിയർ മീ ഓൺ ദെയർ ഫിംഗേഴ്സ്. വിരലിൽ എന്നെ ഇടും, ആരാണ്? റിങ് ആണ്. ഇതൊക്കെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സെയിം ക്വസ്റ്റ്യൻസ് റീഡിൽസ് ആയിട്ട് നമ്മൾ ആക്ടിവിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഫീൽ മീ ബട്ട് യു കാനോട്ട് സീ മീ വെൻ ഐ ബ്ലോ ദ ട്രീസ് വേ. ഇനി താഴോട്ടാണ് എഴുതേണ്ടത്. എന്താണ്? വിൻഡാണ്. യു ക്യാൻ സീ മീ ഇൻ ദ സ്കൈ, യു കാനോട്ട് സീ മീ അറ്റ് നൈറ്റ്. സൺ, രാവിലെ കാണും, രാത്രി കാണൂല, ആകാശത്ത്. വളരെ ഈസി ആയിരുന്നു ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാം. ഇവിടെ 1ാമത്തെ കോളത്തിൽ എക്രോസ് ആയിട്ട് വലത്തോട്ട് വേവ്സ് എന്നാണ് എഴുതേണ്ടത്. താഴോട്ട് 1ാമത്തെ കോളത്തിൽ വിൻഡ് എന്നാണ്. 2ാമത്തതിൽ കൈറ്റ് എന്ന് നേരെ എഴുതും. 3ാമത്തേൽ റിങ് എന്ന് എഴുതും. 4 താഴോട്ട് സൺ എന്ന് എഴുതും. അപ്പോൾ വളരെ ഈസി ഉള്ള ഒരു പസിൽ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് ചെയ്തതുമാണ്. നെക്സ്റ്റ് ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രൈബ് ദി പിക്ചർ ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഫോറസ്റ്റ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ദർ ആർ മെനി ട്രീസ്.
ദർ ഇസ് എ റിവർ ഫ്ലോയിങ് അല്ലേ, അതുപോലെ ദർ ആർ മെനി ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, ദർ ഇസ് എ ടൈഗർ ഹൈഡിങ് ബിഹൈൻഡ് എ ബുഷിൻ്റെ പിറകിലൊരു ടൈഗർ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു 5 സെൻറ്റൻസ് എഴുതിയാൽ മതി, എ ഗ്രേഡ് കിട്ടും. അടുത്തത് റീഡ് ചെയ്തിട്ട് ആൻസർ എഴുതാനാണ്. ഒരു സ്റ്റോറി പോർഷനാണ്. എ ലയൺ വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. ഒരു ലയണ് മരത്തിൻ്റെ ചോട്ടിൽ ഉറങ്ങുമായിരുന്നു. എ മൗസ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ഹിസ് ബോഡി. അതിൻ്റെ ബോഡിയിലൂടെ ഒരു മൗസ് അപ്പ് ആൻഡ് ഡൗൺ, മുകളിലോട്ടും താഴോട്ടും ഓടിക്കളിച്ചു. ദ ലയൺ ഗോട്ട് അപ്പ് ആൻഡ് ബിക്കെയിം ആംഗ്രി. ലയൺ എണീറ്റു, ദേഷ്യം പിടിച്ചു. ദ ലയൺ കോട്ട് ദി മൗസ്. ലയൺ എന്ത് ചെയ്തു? മൗസിനെ പിടിച്ചു. ഹി വാണ്ടഡ് ടു കിൽ ദി മൗസ്. അതിനെ കൊല്ലണമായിരുന്നു. പ്ലീസ് ഡോണ്ട് കിൽ മീ, ലീവ് മീ പ്ലീസ്. എന്നെ കൊല്ലരുത്, എന്നെ വെറുതെ വിടണം. ക്രൈഡ് ദി മൗസ്. മൗസ് പറഞ്ഞു. ദ ലയൺ ലെറ്റ് ദ മൗസ് ഫ്രീ. മൗസിനെ ലയൺ എന്ത് ചെയ്തു? ഫ്രീ ആയി വിട്ടു. വൺ ഡേ ദ മൗസ് ഹിയർഡ് ദി റോർ ഓഫ് ദി ലയൺ. ഒരു ദിവസം മൗസ് എന്ത് ചെയ്തു? ലയണിൻ്റെ റോറ് കേട്ടു. ഹെൽപ്പ് മീ, എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ. ദ ലയൺ ക്രൈഡ് ഔട്ട്. ദ മൗസ് കെയിം ദർ ആൻഡ് കട്ട് ദ നെറ്റ്. അവിടെ മൗസ് വന്നിട്ട് ഒരു വലയിൽ കുടുങ്ങിയതായിരുന്നു. ആ വലയൊക്കെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കൊടുത്തു. താങ്ക് യു ഫ്രണ്ട്, യു സേവ്ഡ് മൈ ലൈഫ്. നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. സെഡ് ദ ലയൺ. ദ മൗസ് ആൻഡ് ദ ലയൺ ബിക്കെയിം ഫ്രണ്ട്സ്. ഈ ഒരു സ്റ്റോറി വായിച്ചിട്ട് എ ലയൺ വാസ് സ്ലീപ്പിംഗ് അണ്ടർ എ ട്രീ. വളരെ ഈസി ആയിരുന്നു. വൈ ഡിഡ് ദ ലയൺ ബിക്കം ആംഗ്രി? എന്തിനാണ് ദേഷ്യം പിടിച്ചത്? എ മൗസ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ഹിസ് ബോഡി. പ്ലീസ് ഡോണ്ട് കിൽ മീ, ലീവ് മീ പ്ലീസ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? മൗസ് ആണ്. ദ ലയൺ കിൽ ദ മൗസ്? ഇല്ല, ഫാൾസ് ആണ് അല്ലേ. ട്രൂ ഫാൾസ് എഴുതാനാണ്. കിൽ ചെയ്തിട്ടില്ല, കൊന്നിട്ടില്ല, അപ്പോൾ ഫാൾസ് ആണ്. ദ മൗസ് ആൻഡ് ദ ലയൺ ബിക്കെയിം ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സ് ആയോ? ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, അപ്പോൾ അത് ട്രൂ ആണ്. ലാസ്റ്റ് ആക്ടിവിറ്റി ഒരു സ്റ്റോറി പോലെയാണ്. അപ്പോൾ ഇവിടെ കുറേ ഈവൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ ഈവൻറ്റ്സ് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസ് ഇതിൻ്റെ താഴെ എഴുതാനാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ സെൻറ്റൻസ് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്.